ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ നൈപുണ്യശേഷിയും ഇരു രാജ്യങ്ങളെയും മികച്ച പങ്കാളികളാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്ന് ദേശീയ കായിക ദിനം. ഇന്ത്യയെ കായിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കായികരംഗത്ത് ഒന്നാം സ്ഥാനത്തേക്കെത്താൻ രാജ്യത്തിന് സാധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സുപ്രീം കോടതി ജഡ്ജിമാരായി ജസ്റ്റിസ് അലോക് ആരാധെയും ജസ്റ്റിസ് വിപുൽ പഞ്ചോലിയും ചുമതലയേറ്റു. കാനഡയിലെ പുതിയ ഹൈക്കമ്മീഷണറായി ദിനേശ് കെ പട്നായിക്കിനെ നിയമിച്ച് ഇന്ത്യ. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. ചമോലി ജില്ലയിൽ 2 പേരെ കാണാതായി. പ്രളയക്കെടുതിയിൽ പഞ്ചാബ്. 12ാമത് ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ബീഹാറിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ വികസന യാത്രയിലെ സുപ്രധാന പങ്കാളിയാണ് ജപ്പാനെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൻതോതിൽ മൂലധന വർധന ഉറപ്പു നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ $40 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വൈകാതെ മാറും. ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ നൈപുണ്യശേഷിയും ഇരു രാജ്യങ്ങളെയും മികച്ച പങ്കാളികളാക്കി മാറ്റുമെന്ന് प्रधानमंत्री व्यक्तमाकी. जापान टेक पावर हाउस है और भारत एक टैलेंट पावर हाउस है. भारत ने एआई, सेमीकंडक्टर, क्वांटम कंप्यूटिंग, बायोटेक और स्पेस में बोल्ड और एम्बिशियस इनिशिएटिव लिए हैं. जापान की टेक्नोलॉजी और भारत का टैलेंट मिलकर इस सदी के टेक रिवॉल्यूशन का नेतृत्व कर सकते हैं. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രിക്കൊപ്പം ശ്രീ മോദി ഇന്ന് പങ്കെടുക്കും. പ്രതിരോധം, സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ശ്രീ മോദി ചൈന സന്ദർശിക്കും. ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25ാമത് നേതൃതല ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഇന്നു മുതൽ 3 ദിവസത്തെ ഖേൽ മഹോത്സവം ആരംഭിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയെ ഒരു കായിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. मोदी जी ने फिर से देश में एक स्पोर्ट्स स्पिरिट डेवलप हो, हमारी विरासत से प्रेरणा लेके देश को एक अग्रिम तबक्के में स्पोर्ट्स सेक्टर में ले जाने के लिए देश में खेलो इंडिया मुहिम चलाई. एलिट एथलीट के लिए टारगेटेड ओलंपिक पोडियम स्कीम चालू करी. स्पोर्ट्स सेक्टर में रिफॉर्म करते हुए बेस्ट स्पोर्ट्स पॉलिसी यानी कि खेलो भारत नीति लास्ट महीने में घोषित करी गई. ഇന്ത്യയ്ക്ക് ആദ്യത്തെ മോട്ടോ ട്രാക്ക് ലഭിച്ചതിന്റെ സന്തോഷവും അദ്ദേഹം ദേശീയ കായിക ദിനത്തിൽ പങ്കുവച്ചു. ലോകത്തെ 24 രാജ്യങ്ങളിൽ മാത്രമേ ഈ ട്രാക്ക് മുൻപുണ്ടായിരുന്നുള്ളൂ എന്നും പുതിയ ട്രാക്ക് രാജ്യത്തെ അത്ലറ്റുകൾക്ക് ലോകോത്തര സൌകര്യങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2030 കോമൺവെൽത്ത് ഗെയിംസ് രാജ്യത്ത് നടത്തുന്നതിനുള്ള താൽപര്യപത്രം ഇന്ത്യ സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത്. 1 മണിക്കൂർ കളിക്കളത്തിലെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനവികതയിലേക്കുള്ള ഏറ്റവും മികച്ച ചുവടുവയ്പ്പാണ് കായിക മേഖലയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ദേശീയ കായിക ദിനാചരണം ആലപ്പുഴ ജലകായിക പരിശീലന കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക മേഖലയിൽ മുന്നേറുന്നതിനൊപ്പം കായിക രംഗത്തും 1ാം സ്ഥാനത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിമാരായി ജസ്റ്റിസ് അലോക് ആരാധെയും ജസ്റ്റിസ് വിപുൽ പഞ്ചോലിയും ചുമതലയേറ്റു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34ആയി. കാനഡയിലെ പുതിയ ഹൈക്കമ്മീഷണറായി ദിനേശ് കെ പട്നായിക്കിനെ നിയമിച്ചതായി ഇന്ത്യ. നിലവിൽ സ്പെയിൻ അംബാസഡറായി പ്രവർത്തിക്കുന്ന അദ്ദേഹം 1990 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥനാണ്. വിദഗ്ധ നയതന്ത്രജ്ഞൻ ക്രിസ്റ്റഫർ കൂട്ടറെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറായി നിയമിക്കാനാണ് കാനഡയുടെ തീരുമാനം. മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഇന്ത്യ കാനഡയിൽ നിന്നും ഹൈക്കമ്മീഷണറെ പിൻവലിച്ചത്. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. ചമോലി ജില്ലയിൽ മോപദ ഗ്രാമത്തിൽ 2 പേരെ കാണാതായി.
വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒഴുകിയെത്തിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. പഞ്ചാബിലെ ഗുരുദാസ്പൂർ അടക്കം വിവിധ ജില്ലകൾ രൂക്ഷമായ പ്രളയക്കെടുതിയിൽ 800-ലേറെ ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കം നാശം വിതച്ചു. പ്രളയബാധിത മേഖലകളിൽ കുടുങ്ങിയ 6000-ത്തിലധികം പേരെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പുറത്തെത്തിച്ചു. ഹിമാചലിലെ ഷിംല അടക്കമുള്ള മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 3 ലക്ഷത്തോളം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ഈ വ്യക്തികൾ മതിയായ പൌരത്വ രേഖകൾ സമർപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. ഇവരിൽ ഏറെ പേരും ബംഗ്ലാദേശ്, നേപ്പാൾ പൌരന്മാരാണെന്നാണ് അന്വേഷണങ്ങളിൽ കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡിൽ ഇന്ന് രാവിലെ മുതൽ ഭാരം കുറഞ്ഞ ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ഇന്നലെ ശക്തമായ മഴയും മണ്ണിടിച്ചിലുമുണ്ടായ താമരശ്ശേരി ചുരം റോഡിൽ മഴ കുറയുന്ന സമയത്ത് ഭാരം കുറഞ്ഞ ചെറിയ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിട്ടു തുടങ്ങി. കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നടപടി. മഴ ശക്തമായി പെയ്യുന്ന സമയങ്ങളിൽ വാഹനഗതാഗതം അനുവദിക്കില്ല. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റ്യാടി, നാടുകാണി ചുരങ്ങളും കണ്ണൂർ ജില്ലയിലെ ചുരങ്ങളും ഉപയോഗപ്പെടുത്തണം. പ്രദേശത്ത് മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തും. ചുരത്തിന്റെ 9ാം വളവിൽ ഏകദേശം 80 അടി ഉയരത്തിലുണ്ടായ പാറയിലെ വിള്ളലുകളാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ കൂടുതൽ നടപടികളുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. 2 ദിവസത്തെ ക്ലോറിനേഷൻ നടപടികൾ നാളെ ആരംഭിക്കും. ആരോഗ്യ തദ്ദേശ വകുപ്പുകളും ഹരിത കേരളം മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തെയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സംരംഭങ്ങൾക്കുള്ള 2022-23 സ്കോപ്പ് എമിനൻസ് അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക ഉൾപ്പെടുത്തലിനുമുള്ള ശക്തമായ ഇടപെടലുകളാണ് പൊതുമേഖലാ സംരംഭങ്ങൾ നടത്തിവരുന്നതെന്ന് ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഊർജിത് പട്ടേലിനെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. RBIയുടെ 24ാമത് ഗവർണറായി അദ്ദേഹം മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ പാർലമെന്ററി സമിതിയുടെ ഭുവനേശ്വറിൽ നടക്കുന്ന ദ്വിദിന ദേശീയ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, കേന്ദ്രമന്ത്രിമാരായ ജുവൽ ഓറം, ധർമ്മേന്ദ്ര പ്രധാൻ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, സമിതി ചെയർമാൻ ഫഗൻ സിംഗ് കുലസ്തി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി പങ്കുവയ്ക്കാം. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. 12ാമത് ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ബീഹാറിൽ തുടക്കമായി. ചൈനയ്ക്കെതിരെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കും. ഇന്ത്യയ്ക്ക് പുറമെ ജപ്പാൻ, ചൈന, കസാഖിസ്ഥാൻ, മലേഷ്യ, കൊറിയ, ബംഗ്ലാദേശ്, ചൈനീസ് തായ്പേ എന്നീ മുൻനിര ഏഷ്യൻ രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മരണസംഖ്യ 23 പിന്നിട്ടു. 50-നടുത്ത ആളുകൾക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. നിരവധി കെട്ടിടങ്ങളും തകർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ നൈപുണ്യശേഷിയും ഇരു രാജ്യങ്ങളെയും മികച്ച പങ്കാളികളാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഇന്ന് ദേശീയ കായിക ദിനം. ഇന്ത്യയെ കായിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കായിക രംഗത്ത് 1ാം സ്ഥാനത്തേക്കെത്താൻ രാജ്യത്തിന് സാധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് അലോക് ആരാധേയും ജസ്റ്റിസ് വിപുൽ പഞ്ചോലിയും ചുമതലയേറ്റു. കാനഡയിലെ പുതിയ ഹൈക്കമ്മീഷണറായി ദിനേശ് കെ പട്നായക്കിനെ നിയമിച്ച് ഇന്ത്യ. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. ചമോലി ജില്ലയിൽ 2 പേരെ കാണാതായി. പ്രളയക്കെടുതിയിൽ പഞ്ചാബ്. 12ാമത് ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ബീഹാറിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.